Welcome to Blessing Today Morning Glory. ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറിയിലേക്ക് സ്വാഗതം. Today is the last episode of this week. ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡാണ് And we are ഇന്നത്തേത്. going to discuss on the last final ingredient of the holy anointing oil. ഈ ഒരു വിശുദ്ധ അഭിഷേക തൈലത്തിലെ അവസാനത്തെ ചേരുവ, അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. I'm really excited. ഞാൻ വളരെ ആവേശത്തിലാണ്. So get ready. അതിനുവേണ്ടി തയ്യാറാവുക. Amen. Amen. Let's pray for the sponsors. യെസ്, ഇന്നത്തെ നമ്മുടെ സ്പോൺസറിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യത്തെ സ്പോൺസർ മല്ലപ്പള്ളിയിൽ നിന്ന് ആൻസി ബിനു ഫിലിപ്പാണ്. ഇന്ന് ആൻസിയുടെ ബർത്ത്ഡേ ആണ്. Wow, many happy returns of the day, Nancy. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സ്കിൻ അലർജി സൗഖ്യമാകട്ടെ, Yes. മൈഗ്രെയിൻ സൗഖ്യമാകട്ടെ, Yes, കാഴ്ചയിലെ പ്രശ്നം പരിപൂർണമായിട്ട് മാറട്ടെ, In the കുടുംബജീവിതത്തിൽ name of ദൈവിക Jesus. സന്തോഷവും സമാധാനവും നിറയുവാൻ, Yes. നല്ല തൊഴിൽ അന്തരീക്ഷം ലഭിക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. Yes. അടുത്ത നമ്മുടെ സ്പോൺസർ മാവേലിക്കരയിൽ നിന്ന് മനീഷ ബാലകൃഷ്ണയാണ്. മനീഷയുടെ ഇന്ന് 4ാമത്തെ വിവാഹ വാർഷികമാണ്. Oh, happy anniversary, Manisha. കർത്താവെ, ആത്മീയവും ഭൗതികമായ നന്മകളാൽ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. മനീഷയ്ക്ക് സുഖപ്രസവം നടക്കുവാൻ, അമ്മയും കുഞ്ഞും ദൈവിക സംരക്ഷണത്താൽ ആരോഗ്യത്തോടെ ആയിരിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. തലമുറ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി കൂടെ ഞങ്ങളിപ്പോൾ ചേർന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Amen. Amen. Special thanks to today's sponsors. May God bless you and reward you. പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങളും നന്ദിയും ഈ സമയത്ത് ഇന്നത്തെ സ്പോൺസേഴ്സിനോട് അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, പ്രതിഫലങ്ങൾ നൽകി മാനിക്കട്ടെ. And day by day, the Lord is expanding our media ministry. ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ മീഡിയ മിനിസ്ട്രി ദൈവം വിശാലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. And you can also join in this journey. അതുമാത്രമല്ല, നിങ്ങൾക്കും ഈ ഒരു യാത്രയിൽ പങ്കുകാരായി The തീരാം. details of sponsorship etc. are given on the screen. ഇപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം, സ്പോൺസർഷിപ്പ് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. Let us worship the Lord with our worship team. നമ്മുടെ വർഷിപ്പ് ടീമുമായിട്ട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. കൃപയേറും കർത്താവിലൻ വിശ്വാസം, അതിനാൽ ഹൃദയെന്തു നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയും ഈ ഭൂവാസം, കൃപയാൽ മനോഹരമായി. കൃപയേറും കർത്താവിലൻ വിശ്വാസം, അതിനാൽ ഹൃദയെന്തു നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയും ഈ ഭൂവാസം, കൃപയാൽ മനോഹരമായി. കൃപയൊന്നെന്നാശ്രയമായി, കൃപയൊന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാളും. എൻ്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, ഘോരവൈരിയിൻ ബലം അവൻ തകർത്തല്ലോ. തൻ്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. എൻ്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, ഘോരവൈരിയിൻ ബലം അവൻ തകർത്തല്ലോ. തൻ്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. കൃപയൊന്നെന്നാശ്രയം, ഹല്ലേലൂയ. കൃപയൊന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാളും. The last one in the ingredients which were used for preparing the holy anointing oil was olive oil. ഈ ഒരു അഭിഷേക തൈലത്തിൽ ഉപയോഗിക്കപ്പെടുന്ന അവസാനത്തെ ചേരുവ എന്ന് പറയുന്നത് ഒലിവെണ്ണയാണ്. And the quantity is given there, how much heen, which is around 4 liters. അവിടെ അതിൻ്റെ അളവ് നൽകിയിട്ടുണ്ട്. അത്രയും ഹീൻ എന്ന് പറയുന്നത് ഏതാണ്ട്
4 ലിറ്ററാണ്. Yeah. There are so many trees mentioned in the pages of the Bible. ബൈബിളിൽ പരാമർശിച്ചിട്ടുള്ള അനേകം വൃക്ഷങ്ങളുണ്ട്. Cedar trees there. സെദാർ മരങ്ങളെക്കുറിച്ചുണ്ട്. Then fig trees mentioned. അത്തിവൃക്ഷത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. Sycamore trees mentioned. അതുപോലെ തന്നെ കാട്ടത്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. Many trees. പല മരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. Among all the Bible trees, the most sacred one is olive tree. എന്നാൽ ബൈബിളിൽ പരാമർശിച്ചിട്ടുള്ള വൃക്ഷങ്ങളിൽ ഏറ്റവും വിശുദ്ധമായ ഒരു വൃക്ഷം എന്ന് പറയുന്നത് അതിൽ ഒലിവ് വൃക്ഷമാണ്. It is an evergreen tree. ഇത് എക്കാലത്തും പച്ചപ്പുള്ള ഒരു മരമാണ്. It can grow up to 40 feet. ഏതാണ്ട് 40 അടിയോളം ഉയരത്തിലാണിത് വളരുന്നത്. And the life expectancy of an olive tree is on an average 2000 years. ഒരു ഒലിവ് മരത്തിന്റെ ശരാശരി ജീവിത കാലയളവ് എന്ന് പറയുന്നത് ഏതാണ്ട് 2000 വർഷത്തോളമാണ്. So it is sometimes known as the everlasting tree because of the lifespan. ഈ ഒരു ജീവിത കാലയളവ് ഇത്രയും കൂടിയതുകൊണ്ട് ഇതിനെ നിത്യ വൃക്ഷം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. Sometimes when it is felled, there will be only the stump or only the root system. Even from the stump and even from the root system, it can grow again. ഇനി ഇപ്പോൾ ഈ മരം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നശിച്ചു പോയി എന്ന് കരുതുക. അതിൻ്റെ കുറ്റിയിൽ നിന്ന് അതിൻ്റെ വേരിൽ നിന്ന് പോലും ഒരു പുതിയ ചെടി ഉളവാകുകയാണ്. And the olive fruit and the olive seeds are also very useful. അതിൻ്റെ ഒലിവ് കായ്കളും അതിൻ്റെ ഒലിവ് അതിനകത്തെ വിത്തും എല്ലാം തന്നെ വളരെ പ്രയോജനപ്രദമാണ്. When the olive seeds are crushed, we get olive oil. ഇതിൻ്റെ ഒലിവ് കായ അതിൻ്റെ അകത്തുള്ള വിത്ത് അത് ചതയ്ക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എണ്ണ ലഭിക്കുന്നു. And when we read Exodus 27 and verse number 20, they used to light the lamps in the temple using olive oil. പുറപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നത് അവർ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടാണ് ദൈവാലയത്തിലെ വിളക്കുകൾ കത്തിച്ചിരുന്നത്. So it gave light to people. അത് ജനങ്ങൾക്ക് വെളിച്ചം കൊടുക്കുന്നു. Genesis 8:11. ഉൽപ്പത്തി പുസ്തകം 8:11 we can see the dove that was let out by Noah. When it came back, it brought one olive leaf in its beak. അവിടെ നാം കാണുന്നു നോഹ പറഞ്ഞയച്ച ആ പ്രാവ് തിരികെ വന്നത് ഒരു പച്ച ഒലിവലയുമായിട്ടാണ്. It is an emblem of peace. അത് സമാധാനത്തിന്റെ ചിഹ്നമാണ്. And it showed the judgmental waters have ebbed away and there was a very good environment, peace from God. അത് കാണിക്കുന്നത് ന്യായവിധിയുടെ വെള്ളങ്ങൾ ഒഴുകിപ്പോയിട്ട് ദൈവ സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷം സംജാതമായിട്ടുണ്ട് എന്നുള്ളതാണ്. In some countries like Greece and all, it is considered as an emblem of victory. ചില രാജ്യങ്ങൾ, ഗ്രീസ് പോലുള്ള ചില രാജ്യങ്ങളിൽ ഇതിനെ ജയത്തിൻ്റെ ചിഹ്നമായിട്ടാണ് ഈ ഒലിവിലയെ കണക്ക് കൂട്ടുന്നത്. Generally, it is an emblem of beauty. പൊതുവിൽ ഇത് ഒരു സൗന്ദര്യത്തിൻ്റെ ചിഹ്നമാണ്. And power. ശക്തിയുടെ ചിഹ്നം. And health. ആരോഗ്യത്തിന്റെ ചിഹ്നം. God's blessing. ദൈവിക അനുഗ്രഹങ്ങൾ. Prosperity. അഭിവൃദ്ധി. Friendship. അതുപോലെ സഖിത്വം etc. തുടങ്ങിയ കാര്യങ്ങളുടെ ഒക്കെ ചിഹ്നമാണ്. As I mentioned, if you want to extract olive oil from the seeds, you have to put the olive seeds in an olive press and you have to crush the seeds. ഈ ഒലിവ് കായിൽ നിന്ന് ഒലിവെണ്ണ ഉൽപ്പാദിപ്പിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒലിവ് കായ് അതിൻ്റെ പ്രസ്സിനകത്തെ ചക്കിലിട്ടുകൊണ്ട് അതിനെ ആട്ടിയെടുക്കണം. And that is a very painful process, as you know. നിങ്ങൾക്കറിയാം ഒലിവ് കായെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വേദനാപൂർണമായ ഒരു കാര്യമാണ്. But when the olive seeds are crushed, the oil comes out. എന്നാൽ ഈ ഒലിവ് കായ്കൾ ചതഞ്ഞരയുമ്പോൾ അതിനകത്ത് നിന്നുള്ള എണ്ണ പുറത്തേക്ക് ഒഴുകുകയാണ്. You remember when Jesus was arrested, it was in a garden called the Garden of Gethsemane. യേശു കർത്താവിനെ അറസ്റ്റ് ചെയ്തിരുന്നത് ഗെത്സമനെ എന്ന് പറയുന്ന തോട്ടത്തിൽ വെച്ചായിരുന്നു. That was downhill on the Mount of Olives. ഒലിവ് മലയുടെ താഴ്വാരത്തിലായിരുന്നു ആ ഒരു തോട്ടം. The whole mountain was known as Olive
Mount of Olives. ആ മലയും അറിയപ്പെട്ടിരുന്നത് ഒലിവ് മല എന്ന പേരിലായിരുന്നു. Even today, if you go there, you can see a lot of olive trees on that mountain. ഇപ്പോൾ ചെന്നാൽ പോലും ആ ഒലിവ് മലയിൽ ധാരാളം ഒലിവ് വൃക്ഷങ്ങൾ നമുക്ക് കാണാൻ And സാധിക്കും. there was a particular garden called the Garden of Gethsemane. അവിടെ പ്രത്യേകമായിട്ട് ഉണ്ടായിരുന്ന ഒരു തോട്ടമുണ്ട്, അതിന്റെ പേര് ഗെത്സമനെ എന്നായിരുന്നു. And the word Gethsemane means oil press. ഗെത്സമനെ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എണ്ണച്ചക്ക് എന്നുള്ളതാണ്. Maybe because there were a lot of oil press because of a lot of the cultivation of olive trees on the sides of this mountain. ഈ ഒരു പക്ഷേ ആ മലയിൽ ധാരാളം ഒലിവ് വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് അതിൻ്റെ എണ്ണ ഉൽപ്പാദിപ്പിക്കുവാണ്ട ഒലിവ് ചക്കുകൾ ഉണ്ടായിരുന്ന ഇടമായതുകൊണ്ടായിരിക്കാം അതിന് എണ്ണച്ചക്കുകൾ എന്ന പേരിലുള്ള ഗെത്സമനെ എന്ന പേര് വന്നത്. And just think about this. Our Savior, our Lord Jesus, he was arrested in the Garden of Gethsemane. ഓർക്കുക, നമ്മുടെ രക്ഷകൻ, നമ്മുടെ നാഥനായവൻ ഈ ഗെത്സമനെ തോട്ടത്തിൽ വെച്ചിട്ടാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. And just before the arrest, Jesus wanted to pray with his disciples. എന്നാൽ ആ അറസ്റ്റിന് മുന്നമേ തന്റെ ശിഷ്യന്മാരോടൊപ്പം പ്രാർത്ഥിക്കുവാൻ അവൻ ആഗ്രഹിച്ചു. And as you know the story, all the disciples were sleeping. നിങ്ങൾക്ക് ആ കഥയൊക്കെ അറിയാമല്ലോ, എല്ലാ ശിഷ്യന്മാരും ഉറങ്ങുവാൻ തുടങ്ങി. But Jesus was praying. എന്നാൽ യേശു മാത്രം പ്രാർത്ഥനയിൽ. And when he was praying, the Bible says his sweat came out like big drops of blood. അവൻ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് ബൈബിൾ പറയുന്ന ഇപ്രകാരമാണ്: പ്രാർത്ഥനയിൽ അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ താഴേക്ക് വീഴാൻ തുടങ്ങി. Because his blood vessels broke and the blood oozed out and the blood was mixed with his sweat and big drops of blood with sweat was falling down. ഇപ്പോൾ അതിന് കാരണം അവൻ്റെ ബ്ലഡ് വെസലുകൾ, രക്തക്കുഴലുകൾ പൊട്ടി അതിലെ രക്തം വിയർപ്പ് കണങ്ങളുമായി ചേർന്ന് തൻ്റെ ത്വക്കിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുകയാണ്. That was the intensity of his prayer. തൻ്റെ പ്രാർത്ഥനയിലെ തീവ്രതയാണ് അത് കാണിക്കുന്നത്. And you know the prayer that he prayed on the in that Garden of Gethsemane. ആ ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് അവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന നിങ്ങൾക്കറിയാമല്ലോ. First he prayed, if possible, Father, take this cup away from me. ആദ്യം അവൻ പ്രാർത്ഥിച്ചു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. Then he prayed, no Lord, not my will, let thy will be done. അതിനുശേഷം പ്രാർത്ഥിച്ചു, എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നടപ്പാകട്ടെ. Because he was actually going through that crushing experience. എന്തെന്ന് ചോദിച്ചാൽ അവൻ ഇപ്പോൾ ചതഞ്ഞ് അരയപ്പെടുന്ന ഒരു അനുഭവത്തിലൂടെ താൻ കടന്നു പോവുകയാണ്. He was going through that passion, great excruciating mental pain. ഇപ്പോൾ വളരെ ശക്തമായ തീവ്രമായ മാനസികമായ വേദനയിലൂടെ, വ്യഥയിലൂടെയാണ് അവനിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. Just like one olive seed was pressed by that huge rotating rock like that wheel, he was completely crushed because of the sin and sickness of man. ഓർക്കുക, ഒരു ഒലിവ് കായ് ഒലിവ് ചക്കിൻ്റെ വളരെ വലിയ ഭീമാകാരമായിട്ടുള്ള പാറക്കഷ്ണത്തിൻ്റെ കീഴിൽ കിടന്ന് ചതഞ്ഞ് അരയുന്നത് പോലുള്ള അത്രയും മാനസിക വ്യഥയിൽ യേശു കർത്താവ് ആ ഗെത്സമനെ തോട്ടത്തിൽ വെച്ചായി തീർന്നു. Shall we thank the Lord for that? അതിനുവേണ്ടി കർത്താവിന് നന്ദി പറയാം. We thank you, Lord Jesus, for everything that you did in the Garden of Gethsemane. കർത്താവെ, അങ്ങ് ഗെത്സമനെ തോട്ടത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത സകലത്തിനുമായി അങ്ങേക്ക് നന്ദി കർത്താവെ. We thank you, Lord, for getting crushed for us. ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ചതഞ്ഞരഞ്ഞതിനായി നന്ദി. Hallelujah. Thank you, Lord. And do you know one thing? Because he went through that oil press experience, the Garden of Gethsemane experience, the crushing experience, now oil, the anointing oil is coming out of him for us. ഓർക്കുക, അവൻ അത്തരത്തിൽ ആ ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് ചതഞ്ഞ് അരയുന്ന അവസ്ഥയിലൂടെ അവൻ കടന്നു പോയപ്പോൾ അവനിൽ നിന്ന് ഒരു എണ്ണ നമുക്ക് വേണ്ടി പൊട്ടി പുറപ്പെട്ടൊഴുകി. Hallelujah. So when we think of this ingredient called the maybe the very important, one of the most important ingredient in the anointing oil
we are reminded of the crushing experience. ഈ വളരെ പ്രധാനപ്പെട്ട അഭിഷേക തൈലത്തിലെ പ്രധാനപ്പെട്ട ഈ ചേരുവയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് തകർക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള ചിത്രം കൂടെ ആവശ്യമുണ്ട്. Even in our lives, in our personal lives, sometimes we may go through crushing experiences. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ചില സമയങ്ങളിൽ ഇത്തരത്തിൽ തകർക്കപ്പെടുന്ന ചതഞ്ഞെരിയുന്ന അവസ്ഥകളിലൂടെ നാം കടന്നു പോകാറുണ്ട്. Secondly, when we think about this ingredient, we can think about honoring God. ഈ രണ്ടാമതായിട്ട് ഈ ഒരു ചേരുവയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണ് ദൈവത്തെ ബഹുമാനിക്കുക എന്നുള്ളത്. Judges chapter 9 and verse number 9. ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വചനം. There is a parable given, and when we come to verse number 9, the olive tree is speaking, and he is speaking to other trees, and he says, should I cease giving my oil with which they honor God and men, and go to sway over the trees? ഇവിടെ ഒലിവ് വൃക്ഷം, ഇത് സത്യത്തിൽ ഒരു സാങ്കല്പിക കഥ പോലെ പറഞ്ഞു പോവുകയാണ്. അതിന് ഒലിവ് വൃക്ഷം സംസാരിക്കുകയാണ് ഇവിടെ. ദൈവവും മനുഷ്യരും എന്നെ പുകഴ്ത്തുവാൻ ഹേതുവായിരിക്കുന്ന എൻ്റെ പുഷ്ടി ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു. What is the context? All the trees in the forest came and approached the olive tree, and they requested him to become their king. ഇതിൻ്റെ പശ്ചാത്തലം എന്ന് ചോദിച്ചാൽ പണ്ടൊരിക്കൽ എല്ലാ വൃക്ഷങ്ങളും കൂടെ ചേർന്നിട്ട് അവർക്കൊരു രാജാവിനെ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ അവർ രാജാവാക്കുവാൻ വേണ്ടി ഒലിവ് വൃക്ഷത്തെ സമീപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് രാജാവായിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒലിവ് വൃക്ഷം നടത്തിയ പ്രതികരണമാണ് ഈ ഒരു കാര്യം. What is he saying now? എന്താണ് ഇപ്പോൾ അവൻ പറയുന്നത്? He says, I don't want to become your king. എനിക്ക് നിങ്ങളുടെ രാജാവാകാൻ ഇഷ്ടമില്ല. I don't want your crown. നിങ്ങളുടെ കിരീടവും എനിക്ക് ആവശ്യമില്ല. I don't want your power. എനിക്ക് നിങ്ങളുടെ അധികാരവും ആവശ്യമില്ല. I don't want the fame. എനിക്ക് നിങ്ങളുടെ ഫെയിമും കീർത്തിയും ആവശ്യമില്ല. I want to honor God. പകരം ഞാൻ ദൈവത്തെ മാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. So the heart of the olive tree is to produce oil and honor God. ഒലിവ് വൃക്ഷത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത് ഇവിടെയുള്ള പലതും മാറ്റി വെച്ചിട്ട് ദൈവത്തെ മാനിക്കുക എന്നുള്ളതാണ്. So when we are anointed, our sole intention should be to honor God. നാം അഭിഷേകം പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയേണ്ടത് ദൈവത്തെ ബഹുമാനിക്കുക, മാനിക്കുക എന്നുള്ളതായിരിക്കും. Invitations may come from different directions in this world to offering positions and money and fortunes and rulership, but deny them. My intention is to honor God. That should be our response as olive tree responded. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ ക്ഷണം, ഈ ലോകത്തിൻ്റെ വിളികൾ, ഈ ലോകത്തിൻ്റെ ഉന്നതമായ പല കാര്യങ്ങളും ഒരു പക്ഷേ ഈ ദൈവിക ദൗത്യത്തിൽ നിന്ന്, ഈ അഭിഷേകത്തിൽ നിന്ന് നിങ്ങളെ പിന്തിരിക്കുവാൻ ശ്രമിച്ചാലും നിങ്ങൾ അഭിഷേകം പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ ഇല്ലില്ല, എൻ്റെ ദൈവത്തെ മാനിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ മാനിക്കുവാൻ വേണ്ടി തീരുമാനിക്കണം. ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞാലും. So that olive tree is teaching us a lot of lessons. ഇവിടെ ഒലിവ് മരം ഒത്തിരി പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. Not only that, when we consider olive oil, it gives joy and gladness. ഈ ഒലിവ് ഓയിലിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അടുത്ത കാര്യമാണ്, അത് നമുക്ക് സന്തോഷം നൽകുന്ന, സന്തോഷം പ്രദാനം ചെയ്യുന്ന, ആനന്ദം നൽകുന്ന ഒന്നാണ്. You can maybe scribble down a few Bible references. 1-2 ബൈബിൾ റെഫറൻസുകൾ നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ എഴുതി വെക്കാം. Psalm 45 and verse number 7. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 45-ാം അധ്യായം 7-ാമത്തെ വചനം. Hebrews chapter 1 verse number 9. അതുപോലെ എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വചനം. Hallelujah. ഹല്ലേലൂയ. When you read all these verses, you will understand that olive oil used to give joy and gladness to people. ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഒലിവെണ്ണ ജനങ്ങൾക്ക് സന്തോഷവും ആനന്ദവും പ്രദാനം ചെയ്യുന്നു. And you can also read Psalm 4:7 along with this. ഇതിനോടൊപ്പം തന്നെ സങ്കീർത്തനം 4:7 നിങ്ങൾക്ക് ചേർത്ത് വായിക്കാൻ സാധിക്കും. People had great prosperity, they had great crop, and they were joyful. But even without those prosperity and worldly things, I have greater joy in my heart
because of the anointing oil. ഇവിടെ നാം കാണുന്നത് ജനങ്ങൾ പുറമേയുള്ള അഭിവൃദ്ധിയിലും പുറമേയുള്ള കാര്യങ്ങളിലും ഒക്കെ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതൊന്നുമില്ലെങ്കിലും എൻ്റെ മേലുള്ള അഭിഷേക എണ്ണ നിമിത്തം തൈലം നിമിത്തമായി എനിക്ക് ആനന്ദവും സന്തോഷവും ഉണ്ട് എന്ന് പറയുന്ന ഭാഗമാണത്. Dear brothers and sisters, can I tell you something? എൻ്റെ സഹോദരന്മാരെ സഹോദരിമാരോട് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ. When your business prospers, നിങ്ങളുടെ ബിസിനസ് അഭിവൃദ്ധി പ്രാപിക്കുമ്പോൾ it could be seasonal. അത് ഓർക്കുക, അത് സീസണിലാണ്, ചില കാലങ്ങൾക്ക് When the വേണ്ടിയുള്ളതാണ്. harvest comes in, when you have a great crop, even that could be seasonal. ഓർക്കുക, ഒരു നല്ല കൊയ്ത്ത് നിങ്ങൾക്കുണ്ടായെങ്കിൽ അതും ഒരു കാലയളവുകൾക്ക് Because മാത്രമുള്ളതാണ്. there is a particular season of harvesting. കാരണം എന്ന് ചോദിച്ചാൽ കൊയ്ത്തിന് വേണ്ടി ഒരു കാലമുണ്ട്. So everything is seasonal. എല്ലാ കാര്യത്തിനും കാലയളവുണ്ട്. Everything can change. എല്ലാ കാര്യത്തിനും മാറ്റം വരുന്നു. Everything can fluctuate. എല്ലാ കാര്യത്തിനും ഭേദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. When you have the ingredient of olive oil in you, that is always giving you joy. എന്നാൽ എല്ലാ കാലത്തും ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് എണ്ണ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും ആനന്ദവും പ്രദാനം ചെയ്യുന്നു. Hallelujah. Hallelujah. Because you are always anointed. കാരണം എന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ എല്ലായ്പ്പോഴും And അഭിഷേകത്തിലാണ്. when you are always anointed, you will lead a life of revival. നിങ്ങൾ എല്ലാ കാലത്തും അഭിഷേകത്തിലാണ് നിൽക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉണർവിന്റെ ജീവിതത്തിലേക്കാണ് അത് നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. Hallelujah. Hallelujah. And it also shows the life of meditation. When we meditate the goodness of the Lord, when we meditate the word, when we spend time in meditation, you have the oil of gladness flowing through you. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ധ്യാനിക്കുന്ന ദൈവവചനത്തെ ധ്യാനിക്കുന്ന അത്തരമൊരു ജീവിത ശൈലി നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ അഭിഷേകത്തിന്റെ തൈലം നിങ്ങളുടെ ജീവിതത്തിൽ ഒഴുകിക്കൊണ്ടേയിരിക്കും. As I told you frequently, the base for this anointing oil was olive oil. ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, ഈ ഒരു അഭിഷേക തൈലത്തിൻ്റെ കൂട്ടിലെ അടിസ്ഥാന കൂട്ട് അല്ലെങ്കിൽ അടിസ്ഥാന ചേരുവക എന്ന് പറയുന്നത് ഒലിവെണ്ണയാണ്. And that shows the presence of God that is reaching everywhere. അത് കാണിക്കുന്നത് ദൈവ സാന്നിധ്യത്തെയാണ്. ദൈവ സാന്നിധ്യം എല്ലായിടത്തേക്കും ഒഴുകുന്നു, എല്ലായിടത്തും എത്തിച്ചേരുന്നു. In those days, when people walked for a long time, a journey, and when they reached home with swollen feet, they used to apply olive oil on the feet, and that gave them comfort and healing. ആ കാലഘട്ടത്തിൽ ആളുകൾ അനേക ദൂരം യാത്ര ചെയ്ത്, വാഹന സൗകര്യമില്ലാതിരുന്നുകൊണ്ട് യാത്ര ചെയ്ത് അവർ മടങ്ങി ഭവനത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ കാലുകളെല്ലാം തളർന്നിരിക്കും. ആ സമയത്ത് അവരുടെ കാലുകൾക്ക് വിശ്രാമത്തിനൊപ്പം അവർ നൽകുന്ന ഒലിവെണ്ണയാണ്. അത് അവരുടെ കാലുകൾക്ക് കുളിർമയേകുന്നു. Hallelujah. Hallelujah. When you're tired in your life, walking, traveling because of many burdens, etc., when you are crumbled down, the olive oil, the anointing will give you healing. Amen. And comfort and ease. ഓർക്കുക, നിങ്ങളുടെ ജീവിത യാത്രയിൽ ഒത്തിരി സഞ്ചരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഒത്തിരി ഉത്തരവാദിത്തങ്ങളുടെ നടുവിൽ, ഒത്തിരി കാര്യങ്ങളുടെ നടുവിൽ നിങ്ങൾ ഒത്തിരി യാത്ര ചെയ്ത് ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ ഈ അഭിഷേക തൈലം നിങ്ങളുടെ ക്ഷീണത്തെ ആകെ മാറ്റി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല കുളിർമയേകും. And in those ancient times when medical science had not developed this much, they used to pour olive oil in cuts and wounds for healing. ആ കാലഘട്ടത്തിൽ ഇതുപോലെ മെഡിക്കൽ സയൻസ്, വൈദ്യശാസ്ത്രം ഇത്രയും പുരോഗമിച്ചിട്ടില്ലാത്ത ആ കാലഘട്ടത്തിൽ മുറിവുകളും വടുക്കളും ഉണ്ടാകുമ്പോൾ അത് പൊറുക്കുവാൻ വേണ്ടി, അത് ഹീലാകുവാൻ വേണ്ടി ഒലിവെണ്ണയാണ് ഉപയോഗിച്ചിരുന്നത്. Hallelujah. Hallelujah. So the anointing is the healer. ഓർക്കുക, അഭിഷേകം നിങ്ങളെ സൗഖ്യമാക്കുന്നവൻ Do you കൂടിയാണ്. know that the anointing that you receive from the Lord can heal you? It is self-healing. Amen. Hallelujah. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ പ്രാപിച്ചിട്ടുള്ള അഭിഷേകം നിങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിവുള്ളതാണ്. In Psalm 92, David is praying and he's saying, I shall be anointed with fresh oil. സങ്കീർത്തനങ്ങൾ 92-ാം അധ്യായത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ പറയുകയാണ്, അവൻ എന്നെ പുതിയ എണ്ണ തേപ്പിക്കുന്നു. What oil? എന്ത് എണ്ണയാണ്? Fresh oil. പുതിയ എണ്ണ. If an oil is staying somewhere,
without being used, after some time, after a long time, it can become stale oil. ഒരു എണ്ണ അധികം നാൾ ഉപയോഗിക്കാതെ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് ചീത്തയായി കാറച്ചു പോകുമെന്ന് സാധാരണ പറയാറുണ്ട്. It has a bad smell. അതിന് ഒരു വൃത്തികെട്ട മണമാണുള്ളത്. It will attract flies. അത് മറ്റ് ജീവികളെ ആകർഷിക്കും. So David knew the difference. I want fresh oil and not stale oil. അവിടെ ദാവീദ് പറയുന്ന പഴകിയ എണ്ണയല്ല എനിക്ക് വേണ്ടത്, എന്നെ അവൻ പുതിയ എണ്ണയാണ് തേൽപ്പിക്കുന്നത്. Lord, I don't want yesterday's oil. ദൈവമേ, എനിക്ക് ഇന്നലകളിലെ എണ്ണ ആവശ്യമില്ല. I don't want yesterday's blessings. ഇന്നലകളിലെ അനുഗ്രഹങ്ങൾ എനിക്ക് I ആവശ്യമില്ല. don't want yesterday's victories. ഇന്നലകളുടെ ജയമല്ല എനിക്ക് I ആവശ്യമുള്ളത്. want a fresh oil today. എനിക്ക് ഒരു പുതിയ എണ്ണ ഇന്ന് ആവശ്യമുണ്ട്. Fresh oil will repel all the flies. ഓർക്കുക, പുതിയ എണ്ണ സകല പ്രാണികളെയും ഓടിച്ചു കളയും. And these flies show the demon spirits. ഈ പ്രാണികളെല്ലാം പൈശാചിക ശക്തികളെയാണ് കാണിക്കുന്നത്. Satan is known as Beelzebub. സാത്താൻ അറിയപ്പെടുന്നത് ബേൽസെബൂബ് എന്ന The പേരിലാണ്. meaning of Beelzebub is the Lord of the Flies. ബേൽസെബൂൽ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം പ്രാണികളുടെ രാജാവ് അല്ലെങ്കിൽ ഈച്ചകളുടെ തമ്പുരാൻ എന്ന പേരിലാണ്. So stale oil will attract Beelzebub and all these flies. ഓർക്കുക, പഴകിയ കാറിച്ച എണ്ണ അത് പ്രാണികളെ മുഴുവൻ ബേൽസെബൂലിനെ അട്രാക്ട് ചെയ്യുന്നു, ആകർഷിക്കുന്നു. But if you have fresh oil, it will repel everything. എന്നാൽ നിങ്ങളുടെ കയ്യിൽ പുതിയ എണ്ണയാണ് ഉള്ളതെങ്കിൽ അത് പ്രാണികളെ മുഴുവൻ ഓടിച്ചു കളയുന്നു. Can I tell you something? ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് Every day God wants to give you fresh oil. ഓരോ ദിവസവും ദൈവം നിങ്ങൾക്ക് പുതിയ എണ്ണ നൽകാൻ In other ആഗ്രഹിക്കുന്നു. words, God wants to give you freshness in the anointing. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ അഭിഷേകത്തിൽ ദൈവം പുതുമ നൽകാൻ Yes, ആഗ്രഹിക്കുന്നു. these days new victories are coming. ഓർക്കുക, ഈ ദിവസങ്ങൾ പുതിയ ചില New ജയം blessings are coming. പുതിയ അനുഗ്രഹങ്ങൾ വരാൻ New പോകുന്നു. anointing is പുതിയ coming. അഭിഷേകം വരാൻ പോകുന്നു. New souls are going to be added. പുതിയ ആത്മാക്കൾ നിങ്ങളോട് കൂടെ ചേരുവാൻ God is പോകുന്നു. going to give you new ministry. പുതിയ ശുശ്രൂഷകൾ നിങ്ങളിലേക്ക് വരാൻ God is going to പോകുകയാണ്. give you a fresh prayer life. പുതിയ ഒരു പ്രാർത്ഥനാ ജീവിതം നിങ്ങൾക്ക് തരാൻ പോകുകയാണ്. God wants to make everything fresh in your life. ദൈവം തമ്പുരാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പുതുപുത്തനാക്കാൻ പോകുകയാണ്. Shout, 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 hallelujah. ഈ സമയത്ത് കൈകൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാലും Hallelujah. ഹല്ലേലൂയ. So I'm going to pray for you to receive that freshness today. ഇന്ന് ആ ഒരു പുത്തൻ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. I just want to read a couple of verses and then I will pray. ഒന്ന് രണ്ട് വചനങ്ങൾ കൂടെ വായിച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ This പോകുകയാണ്. is from 2 Corinthians. ഇത് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ്. Chapter 2, verse number 14 to 16. അതിന്റെ 2-ാമത്തെ അധ്യായം അതിന്റെ 14 മുതൽ 16 വരെയുള്ള വേദഭാഗങ്ങൾ. He says, "But thanks be to God who always leads us as captives in Christ's triumphal procession, and He uses us to spread the aroma of the knowledge of Him everywhere." 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14 മുതലുള്ള വചനങ്ങൾ. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. For we are to God the pleasing aroma of Christ among those who are being saved and those who are perishing. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും 15-ാമത്തെ വചനം, നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. To the one we are an aroma that brings death, to the other an aroma that brings life. And who is equal to such a task? ഇവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, അവർക്കോ ജീവനിൽ നിന്ന് ജീവങ്കിലേക്കുള്ള വാസന തന്നെ. എന്നാൽ ഇതിന് ആർ പ്രാപ്തൻ? So he is talking about the fragrance of Christ. ഇവൻ ക്രിസ്തുവിലുള്ള ആ വാസനയെ കുറിച്ചാണ് ഇവിടെ പൗലോസ് സംസാരിക്കുന്നത്. In the Old Testament, when somebody was anointed by the holy sacred anointing oil, the first thing people recognized was the aroma that was coming out because of all these fine spices.
പഴയ നിയമ പുസ്തകത്തിൽ വിശുദ്ധ അഭിഷേക തൈലം ഒരു വ്യക്തിയുടെ മേൽ ഒഴിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാകുന്ന അനുഭവം അല്ലെങ്കിൽ ആദ്യം സംഭവിക്കുന്നത് ചുറ്റുവട്ടത്തുമുള്ള സകല ആളുകൾക്കും ആ വ്യക്തിയിൽ നിന്ന് ഒരു സുഗന്ധം മണക്കുവാൻ അല്ലെങ്കിൽ അത് അനുഭവിക്കുവാനായിട്ട് സാധ്യമായി തീരുന്നു. Aroma of Christ. പൗലോസ് പറയുകയാണ് നാം ക്രിസ്തുവിൽ ആ സൗരഭ്യവാസനയാകുന്നു. Why? Because we are anointed. കാരണം എന്ന് വെച്ചാൽ നാം അഭിഷിക്തന്മാരാണ്. Because all these ingredients, all these spices, all this sweet smelling aroma is coming forth because of the anointing that we have received from the Holy One. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എല്ലാം ഇത്തരത്തിലുള്ള ചേരുവകകളും എല്ലാ കാര്യങ്ങളും ഈ കാര്യങ്ങളെല്ലാം ക്രിസ്തുവിൽ നമ്മുടെ ജീവിതത്തിലേക്ക് അഭിഷേകമായി ഒഴുകി കഴിഞ്ഞിരിക്കുകയാണ്. Shall we shout a big hallelujah? ശബ്ദം ഉയർത്തിക്കൊണ്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാലും. Amen. Amen. And we will continue with the study on the Holy Spirit next week also. അടുത്ത ആഴ്ചയിലും ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഈ ഒരു ബൈബിൾ ക്ലാസ് നാം കണ്ടിന്യൂ ചെയ്യും. Never miss one episode. ഒരു എപ്പിസോഡ് പോലും നിങ്ങൾക്ക് ഒഴിവായി പോകരുത്. And not only that, just send these episodes, the link of these videos to everyone you know. അത് മാത്രമല്ല ഈ ഒരു എപ്പിസോഡിന്റെ ലിങ്ക് നിങ്ങൾക്കറിയാവുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കുക. We are going to listen to one testimony now. ഈ സമയത്ത് നമുക്ക് ഒരു ടെസ്റ്റിമണി കേൾക്കാം. But before that, let me ask you a question. Have you subscribed to Blessing Today YouTube channel? അതിനിടയിൽ ഞാനൊരു ചോദ്യം ചോദിച്ചു കൊള്ളട്ടെ. നിങ്ങൾ ബ്ലെസ്സിംഗ് ടുഡേ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? If not, do it right away. നിങ്ങൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. Hallelujah. Hallelujah. Testimony. Yeah. പ്രൈസ് ലോർഡ് ബ്രദർ. ഞാൻ ബാംഗ്ലൂരിലാണ് ഇരിക്കുന്നത്. എൻ്റെ പേര് ടെസി ജോർജ്. എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. എൻ്റെ ഫ്രണ്ട് ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കരഞ്ഞു പറഞ്ഞു എൻ്റെ മകന് എന്തോ പഠിപ്പിന് 4 ലക്ഷം ഉണ്ട്, ഒരു സീറ്റിന് പഞ്ചാബിലാണ് പഠിക്കുന്നത്. അതിനൊരു പൈസ എൻ്റെ കയ്യിലില്ല, എനിക്ക് വല്ലാത്ത കഷ്ടത്തിലൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാനെപ്പോഴും ബ്രദർ ഡാമിയലിൻ്റെ ക്ഷമ അസിസ്റ്റൻ്റെയും ദേവദാസന്മാരും പ്രയർ അവർ ഇങ്ങനെ വാട്സപ്പിൽ ഇടുന്നുണ്ട്. അത് യൂട്യൂബിൽ നോക്കി ഞാൻ അത് കേട്ടോണ്ടിരിക്കും. പ്രാർത്ഥിക്കും. നിങ്ങൾ ആ പ്രാർത്ഥന ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. നിങ്ങളും കേട്ട് പ്രാർത്ഥിക്കുക. ദൈവം ഒരു വഴി നിങ്ങൾക്ക് തുറന്നു തരും എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് ഞാൻ ആ പ്രാർത്ഥന നിങ്ങൾ അയക്കുന്നതൊക്കെ അയച്ചു കൊടുത്തോണ്ടിട്ടായിരുന്നു. അവർ മറാഠിന്ന്, പക്ഷെ കന്നഡ, ഇംഗ്ലീഷ്, ഹിന്ദിയൊക്കെ അവർക്ക് അറിയാം. മലയാളം ഞാൻ പറയുന്നത് കേട്ടിട്ട് കുറച്ചൊക്കെ അറിയാം അവർക്ക്. എന്നാൽ അവർ ആ പ്രയറൊക്കെ അറ്റൻഡ് ചെയ്ത് കേട്ടോണ്ടായിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വിളി വന്നു, 4 ലക്ഷം ഉടനെ കെട്ടണമെന്ന് പറഞ്ഞിട്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഇരിക്കുന്ന സമയത്താണ് ഹിന്ദി മോർണിംഗ് ഗ്ലോറി അങ്ങനെ അവർക്ക് ഞാൻ അയച്ചു കൊടുത്തത്. അത് അയച്ചു കൊടുത്ത് അവരതിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2ാമത്തെ മോർണിംഗ് ഗ്ലോറിയിൽ ഹിന്ദി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്കൊരു വിളി വന്നു, ഗവൺമെൻറ് സീറ്റ് കിട്ടിയിട്ടുണ്ട് മോനെ, 45,000 കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട്. അതിൽ കുറേ സന്തോഷമായി. അവർ പറഞ്ഞു അവർക്ക് വിളിച്ച് ബ്രദറിനും അവർ ദേവദാസന്മാർക്കൊക്കെ വിളിച്ച് സാക്ഷ്യം പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഈ സാക്ഷ്യം നിങ്ങൾക്ക് വിളിച്ച് പറയുന്നത്. This is a wonderful testimony. Yes, earlier it was 4 lakhs rupees, now it came to 45,000 rupees. See, they had to pay 4 lakhs for the seat, but by the grace of God, we had that Hindi episode to send to them. And when they were listening to the Hindi episode and when they were praying, they got a government seat for just for 45,000 rupees. Amen. അവർക്ക് 4 ലക്ഷം രൂപയോളം അവർക്ക് ആ സീറ്റിന് വേണ്ടി അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ അതിനിടയിൽ അവർ മലയാളം മനസ്സിലാകാത്തവരായിരുന്നു. എന്നാൽ നമുക്ക് ദൈവകൃപയാൽ ബ്ലെസ്സിംഗ് ടുഡേക്ക് ഹിന്ദി എപ്പിസോഡുകൾ ചെയ്യാൻ സാധിച്ചു. അത് അവർ അറ്റൻഡ് ചെയ്തു. അതിൻ്റെ 2ാമത്തെ എപ്പിസോഡ് അവർ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് ഗവൺമെൻറ്റിൽ അതിൻ്റെ സെലക്ഷൻ കിട്ടി. വെറും 45,000 രൂപയ്ക്ക് ആ ഒരു സീറ്റ് അവർക്ക് ലഭിച്ചു. Big salute to all Blessing Today sponsors. എല്ലാ ബ്ലെസ്സിംഗ് ടുഡേ സ്പോൺസേഴ്സിനും ഒരു വലിയ സല്യൂട്ട്. Hallelujah. Hallelujah. Because you made it possible. നിങ്ങളാണ് ഇത് സാധ്യമാക്കി Let's all തീർത്തത്. pray and let's all work together so that we can spread
the message of the Lord Jesus to Hindi and many other languages. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഹിന്ദിയിലേക്കും അതുപോലെ ലോകത്തിലെ മറ്റെല്ലാ ഭാഷകളിലേക്കും ഈ സുവിശേഷത്തെ നമുക്ക് ഒരുമിച്ച് കൊണ്ടെത്തിക്കാം. Let's pray together. നമുക്ക് ഒരുമിച്ച് ചേർന്ന് Father, I പ്രാർത്ഥിക്കാം. pray for all people. കർത്താവേ, ഇപ്പോൾ ജനങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Heal them, Lord. കർത്താവേ, ഇവരെ സൗഖ്യമാക്കണമേ. Fix their problems, ഇവരുടെ പ്രശ്നങ്ങളെ especially പരിഹരിക്കണം. financial problems, പ്രത്യേകിച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ, marital problems, കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, and many other problems. മറ്റെല്ലാ പ്രശ്നങ്ങളും Heal them, Lord. കർത്താവെ സൗഖ്യമാക്കണം. Bind the broken hearted. കർത്താവെ, അവരുടെ ഹൃദയങ്ങളെ കെട്ടണം, മുറിവുകളെ More കെട്ടണമേ. than everything, Father, I pray that you may anoint every person with that holy anointing oil. കർത്താവെ, എല്ലാവരുടെ മേലും കർത്താവെ അങ്ങയുടെ അഭിഷേക തൈലത്തെ അങ്ങ് പകരുമാറാക്കണമേ. Hallelujah. We ഹല്ലേലൂയ. give you glory and honor. കർത്താവെ, അങ്ങക്ക് എല്ലാ മഹത്വവും ഞങ്ങൾ In തരുന്നു. Jesus' matchless name we pray. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. Before we sing, I just want to remind you that we are going to have 2 services tomorrow. നമ്മൾ ഒരുമിച്ച് ചേർന്ന് പാട്ടുകൾ പാടുമെന്നാൽ അതിനു മുന്നമേ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ നിങ്ങൾ ഓർപ്പിക്കട്ടെ. നാളെ നമുക്ക് 2 സർവീസ് ആണുള്ളത്. 8 o'clock we have English service. 8 മണിക്ക് നമുക്ക് ഇംഗ്ലീഷിലുള്ള ആരാധനയുണ്ട്. 10 o'clock we will have English Malayalam service. എന്നാൽ 10 മണിക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള സർവീസ് ഉണ്ട്. I invite you personally to be a part of these online services. ഈ ഒരു ഓൺലൈൻ സർവീസിന്റെ ഭാഗമാകുവാൻ വേണ്ടി നിങ്ങളെ എല്ലാവരെയും ഞാൻ വ്യക്തിപരമായി And ക്ഷണിക്കുന്നു. most of our satellite churches, Blessing Today churches are open. നമ്മുടെ എല്ലാ സാറ്റലൈറ്റ് ബ്ലെസ്സിംഗ് ടുഡേ ചർച്ചസും ഇപ്പോൾ തുറന്നിട്ടുണ്ട്. And you can come and have fellowship. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് ഇപ്പോൾ കർത്താവിനെ ആരാധിക്കാൻ Let's സാധിക്കും. sing together. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാട്ടുകൾ പാടാം. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പര